രാവിലെ തന്നെ വാപ്പയാണെങ്കിൽ റംബൂട്ടാനും മാവിനും ഒക്കെ തടമെടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് നിന്നാൽ സമയം പോകത്തില്ലേ, നമ്മുടെ ജോലിയൊന്നും നടക്കത്തില്ലല്ലോ. അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് വന്നു. അപ്പോഴത്തേക്ക് ഉമ്മയാണെങ്കിൽ എനിക്ക് പൊട്ടിപ്പോയ ഒരു മീൻ ചട്ടിക്ക് വരെ വേറൊരു ചട്ടി കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ ആ ചട്ടിയുടെ 4 ഭാഗവും ഞാൻ പരിശോധിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഇന്നലെ വാങ്ങി വെച്ചിരുന്ന മീൻ എടുത്തിട്ടുണ്ട്. 3 അയല വാങ്ങിയപ്പോൾ നമുക്ക് 10 ചാള ഫ്രീ കിട്ടി കേട്ടോ. അതിനുശേഷമാണെങ്കിൽ വാപ്പയാണെങ്കിൽ ഇതുവഴി കീര കൊണ്ടുപോയപ്പോഴത്തേക്കും കീരയൊക്കെ വാങ്ങിക്കൊണ്ട് തന്നെ. ആ കീര കഴുകി വെച്ചപ്പോൾ ഉമ്മ വന്ന് അരിഞ്ഞു തന്നു കേട്ടോ. ഞാനാണെങ്കിൽ കഞ്ഞിക്ക് വെള്ളവും വെച്ചതിന് ശേഷം പിന്നെ പോയിരുന്ന് ചക്കക്കുരുവൊക്കെ കുറച്ച് തൊലിച്ചെടുത്തേ. അതിനുശേഷം മീനെല്ലാം വെട്ടി കണ്ടിച്ച് വൃത്തിയാക്കി നമ്മൾ വറുക്കാനും കറി വെക്കാനും ഒക്കെ എടുത്ത് മാറ്റി നല്ലവണ്ണം പച്ച അരപ്പൊന്ന് അരച്ചെടുത്ത് കറിയും അടുപ്പത്തോട്ടാക്കിയിട്ടുണ്ട്. ആ സമയത്ത് ചക്കക്കുരുവെല്ലാം വെന്ത് വന്നു. അതിലേക്ക് കീരയും ഉപ്പും ഒക്കെ ചേർത്ത് നല്ലോണം ഇളക്കിയെടുത്ത് അരിപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് സെറ്റാക്കി തോരന് റെഡിയാക്കി. അപ്പോൾ പിന്നെ ആദിലിന് മീൻകറി വേണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവന് നല്ലൊരു മോര് കാച്ചൽ അങ്ങോട്ട് കാച്ചി എടുത്തു കേട്ടോ. മോര് കറി അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മോര് കറിയും കാച്ചി എടുത്തതിന് ശേഷം നമ്മുടെ മീനെല്ലാം കൂടെ വറുക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ ചാളയും അയിലയും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ ഇന്ന് വറുക്കാനായിട്ട് എടുത്തത്. കുറച്ച് ചാള ഞാൻ നാളത്തേക്ക് കറി വയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് മാറ്റിയും വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി നമ്മളെ കറികളെല്ലാം റെഡി ആയപ്പോഴത്തേക്ക് ആദിലിനാണ് കേട്ടോ ഫസ്റ്റ് ചോറിട്ടത്. ചോറിട്ടപ്പോൾ ഇത്തിരി കൂടിപ്പോയി, എന്നാലും കുഴപ്പമില്ല, കറികളൊക്കെ ഉള്ളതുകൊണ്ട് അവൻ കഴിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.